നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നത്തെ ടോപ്പിക് വീട്ടമ്മമാർക്ക് എങ്ങനെ PSC പരീക്ഷ ക്രാക്ക് ചെയ്യാം. ഞാനൊരു വീട്ടമ്മയായിരുന്നിരിക്കെ PSC പരീക്ഷ ക്രാക്ക് ചെയ്ത് സർക്കാർ ജോലി നേടിയ വ്യക്തി എന്ന നിലയിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ PSC നേടിയെടുത്തു, എന്റെ സീക്രട്ട്, അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വീട്ടമ്മമാർക്ക് PSC നേടിയെടുക്കാനുള്ള കുറെ ടിപ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എത്ര പേർ വീട്ടമ്മമാരുണ്ട്? കൂടുതൽ ആൾക്കാരും വീട്ടമ്മമാരായിരിക്കും. അപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ എത്ര വീട്ടമ്മമാര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, അപ്പോ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ വീട്ടമ്മ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? രാവിലെ എഴുന്നേക്കണം, വീട്ടിലെ ജോലികളെല്ലാം തീർക്കണം, ഭർത്താവിനെ വിടണം, അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലെ ഒതുക്കലും പിടിക്കലും ക്ലീനിങ്ങും ബാക്കി എന്തെങ്കിലും പാചകമോ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം എങ്ങനെ കണ്ടെത്തും? അതാണ് ഒരുപാട് ആൾക്കാരും വിചാരിക്കുന്ന കാര്യം. PSC ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇനിയും രണ്ടാമത്തെ അവസരം കിട്ടിയ ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്, സർക്കാർ ജോലി വാങ്ങണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ അത് നേടിയെടുക്കും? കോമ്പറ്റീഷൻ ഹൈ ആണ്, എനിക്ക് പഠനത്തിൽ ഇത്രയും ഗ്യാപ്പ് വന്നു. അപ്പോ ഇപ്പോ ഫുൾ ടൈം പഠിക്കുന്ന കുട്ടികള്, ഞാൻ ഇങ്ങനെ സമയം കണ്ടെത്തി പഠിക്കുന്ന ഒരാളല്ലേ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ ഇല്ലാത്ത സമയം കണ്ടെത്തി പഠിക്കുന്ന ആളല്ലേ. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിന്ന് ഇവരെ മറികടന്നു പോയി ഉന്നത റാങ്കിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് ഒരുപാടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു ഒരു 5-6 വർഷം മുന്നേ ഞാനും. ഇപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്ന സമയത്തും എനിക്ക് ഒരു 1.5 വയസ്സായ കുട്ടിയുണ്ട്. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം നമ്മൾ ടൈം മാനേജ് ചെയ്ത് ഓരോന്നിനും കൃത്യമായ സമയം നിശ്ചയിച്ചു വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും എത്തുന്നതും എല്ലാം സമ്പൂർണമായിട്ടും ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. അപ്പൊ വീട്ടമ്മമാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറ്റബോധമാണ്. എന്തിന്റെ കുറ്റബോധം? ഞാനിങ്ങനെ പഠിക്കാൻ സമയം നീക്കി വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? എന്റെ കുട്ടിയുടെ കാര്യം ആരാ നോക്കുന്നത്? ഭർത്താവിന്റെ കാര്യം ആരാ നോക്കുന്നത്? വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ താറുമാറായി പോകുമോ എന്നൊരു ചിന്ത, എന്നൊരു കുറ്റബോധം മിക്ക വീട്ടമ്മമാർക്കും ഉണ്ട്. അപ്പൊ മിക്ക വീട്ടമ്മമാരുടെയും പ്രശ്നം എന്ന് പറയുന്നത് സമയമില്ലായ്മയല്ല. ഇപ്പൊ കുട്ടി പോയി, സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി, അപ്പൊ നിങ്ങൾക്ക് സമയം കുറച്ചൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷെ ആ സമയമില്ലായ്മയല്ല കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം. മറിച്ച് എന്താണ്? ഞാൻ ഈ പറഞ്ഞ കുറ്റബോധമാണ്. പഠിക്കാൻ പുസ്തകം തുറന്നിരിക്കുമ്പോൾ പല പല ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ ചിന്തകൾ, കുട്ടി വൈകുന്നേരം വരുമ്പം എന്ത് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം, ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് സമയം കിട്ടുമോ, ഭർത്താവിന് എന്തുണ്ടാക്കി കൊടുക്കണം, അയ്യോ തുണി നനയ്ക്കാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യണം, അങ്ങനെ 100,000 ചിന്തകൾ മനസ്സിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ജോലി നേടാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം അല്ല എന്നൊരു സത്യം, എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിനും, നാളെ നിങ്ങളുടെ കുട്ടി, നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് നിങ്ങളുടെ കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ നാളെ അവനും അതുപോലെയായി തീരാനുള്ളൊരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ ഇന്ന് നൽകുന്നത്. അപ്പോൾ കുറ്റബോധത്തിന്റെ ആവശ്യം ഇല്ല. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളൊക്കെ അങ്ങ് ഞാൻ മാറ്റി കളയുകയാണ്. ഓരോന്നായിട്ട് എടുത്ത് ഫിൽട്ടർ ചെയ്ത് ഞാൻ മാറ്റി അതിന്റെ ഓരോരോ സൊല്യൂഷൻസ് പറഞ്ഞു തരുക. അപ്പോ ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രതയാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയും, എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല, എനിക്ക് വീട്ടു ജോലികൾ നോക്കി തന്നെ ഇരുന്നാൽ മതി. എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ അവർക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഭർത്താവിന്റെ മുന്നിൽ കൈ നീട്ടുമ്പോൾ അവർക്കൊരു വിഷമമാണ്.
മിക്ക വീട്ടമ്മമാർക്കും, ഒരു 99% ആൾക്കാർക്കും ഉള്ളിലൊരു വിഷമമാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒരു 5 പൈസ എടുക്കാനില്ലല്ലോ എന്ന വിഷമം. അതായത് സാമ്പത്തിക ഭദ്രത നേടാനുള്ള ആ ഒരു തുടിപ്പ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രതയാണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ, കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾക്ക് പണം സേവ് ചെയ്യുക, അല്ലെങ്കിൽ നാളേക്ക് കുറച്ച് കരുതി വെക്കുക, അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സർക്കാർ ജോലി നേടിയെടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 2026 2027 ഈ ഒരു 1.5 വർഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അത് നിങ്ങളുടെ മാത്രം വിജയമല്ല എന്നോർക്കുക. നിങ്ങളെ നോക്കി വളരുന്ന നിങ്ങളുടെ കുഞ്ഞിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ കൂടിയാണ് നിങ്ങൾ ഇന്ന് വാങ്ങുന്ന സർക്കാർ ജോലി എന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നത്തെ നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ സമയം. നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്ന നിങ്ങളുടെ സമയം, കൃത്യമായി സമയം വിനിയോഗിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായി സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, PSCയുടെ പൾസ് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നേടിയെടുക്കാം സുഖസുന്ദരമായി ഒരു സർക്കാർ ജോലി. അതിനുള്ള ഗൈഡൻസ് വേണോ? നിങ്ങൾക്ക് നോട്ട്സ് വേണോ? ക്ലാസുകൾ വേണോ? പരീക്ഷകൾ വേണോ? PSCയുടെ റൂട്ട് അറിഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച്, LDCയുടെ പുതിയ ബാച്ച് നമ്മൾ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ബാക്കി കോഴ്സുകൾക്കൊക്കെ കമ്പനി LGS, VFA, BEFCO, LD, വേരിയസ് LGS എല്ലാ യൂണിഫോം പോസ്റ്റ്, എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റിന് ഇപ്പോൾ ബക്രീദിന്റെ ഓഫർ അവൈലബിൾ ആണ്. LDCയുടെ ബാച്ച് നമ്മൾ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി കുറച്ച് ദിവസം കൂടെ അഡ്മിഷൻ ഉള്ളൂ. ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ നിങ്ങളെയും കൃത്യമായി നയിക്കാൻ, നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. എന്നെ സഹായിച്ച എന്റെ നോട്ടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണേ. ഇനി വീട്ടമ്മമാർക്ക് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റിയ കുറച്ച് പ്രായോഗിക തന്ത്രങ്ങൾ പറയട്ടെ. 3 എണ്ണമാണ് ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ള 3 തന്ത്രങ്ങൾ. ആദ്യത്തേത്, ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് സ്മാർട്ട് വർക്ക് ഇൻ കിച്ചൺ. അതായത് നിങ്ങൾ പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോഴോ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ക്ലാസ്സുകൾ തന്നെ ഫോണിൽ നിങ്ങൾക്ക് എടുത്തു വെച്ച് കേട്ടുകൊണ്ട് പഠിക്കാമല്ലോ. ഫോണിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഫോൺ ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ട് പഠിക്കാമല്ലോ. അതാണ് സ്മാർട്ട് വർക്ക് ഇൻ കിച്ചൺ. കിച്ചൺ നിങ്ങളുടെ ഏരിയ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്റ്റിക്കി നോട്ട്സ് എഴുതി വെക്കാം. ആരും ചോദിക്കാൻ പോകുന്നില്ല ഇത് എന്താടി ഇത് എഴുതി വെച്ചേക്കുന്ന, ആരും ചോദിക്കാൻ, നിങ്ങൾ ചോദിച്ചാൽ തന്നെ അങ്ങ് പറയണം എന്റെ കുറിപ്പുകളാണ്, എനിക്ക് ഇങ്ങനെ ഓർമ്മ നിൽക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ എഴുതി വെച്ചേക്കുവാന്നങ്ങ് പറഞ്ഞാൽ മതി. ആരെങ്കിലും വന്ന് തല്ലാൻ പോകുന്നു. അങ്ങനത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ, പഠിക്കാൻ നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതെല്ലാം അങ്ങ് ചെയ്യുക. അതാണ് സ്മാർട്ട് വർക്ക് ഇൻ കിച്ചൺ. അപ്പൊ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന സമയം കൂടി നിങ്ങളുടെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. വെറുതെ പാട്ട് കേട്ടോ സിനിമ കണ്ടോ ഒക്കെ സമയം കളയാതെ ആ സമയം, അടുക്കളയിൽ നിൽക്കുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സമയം കണ്ടെത്താനുള്ള കുറച്ച് വഴികളാണ് പറയുന്നത്. കുട്ടികളുടെ ഉറക്ക സമയം. കുട്ടികള് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5-2 മണിക്കൂർ എന്തായാലും പകൽ സമയത്ത് കിടന്നുറങ്ങും. അപ്പൊ ആ സമയത്ത് നിങ്ങളും കൂടെ കിടന്നുറങ്ങാതെ ആ സമയം കൂടി പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഗോൾഡൻ അവേഴ്സ് ആക്കി മാറ്റി മാക്സിമം ആ ഒരു സമയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുന്ന സമയം, കുട്ടികളൊക്കെ ഒരു 10:30-11 ആകുമ്പോഴത്തേക്കും ഉറങ്ങുമല്ലോ. അപ്പൊ നിങ്ങളുടെ ജോലികളെല്ലാം തീർത്ത്, വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലികളെല്ലാം തീർത്തിട്ട് രാത്രി ഒരു 1.5-2 മണിക്കൂർ നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക. രാത്രി കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്നവർക്ക് രാത്രി കൂടുതൽ സമയം ഇരിക്കാം, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നവർക്ക് അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി കൃത്യമായ സിലബസ് പഠനം. എല്ലാവരുടെയും ഒരു മിസ്റ്റേക്ക് അതാണ്. പഠിക്കാനിരിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് അങ്ങെടുത്ത് വെച്ച് പഠിച്ചു, ഞാൻ പഠിച്ചു, എന്റെ ഇന്നത്തെ പഠനം കഴിഞ്ഞു. അങ്ങനെയല്ല ചെയ്യാനുള്ളത്. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത്
ആ പരീക്ഷയുടെ കൃത്യമായ സിലബസ് എടുത്തു വെച്ച് ആ പരീക്ഷയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് അറിവ് നേടിക്കഴിഞ്ഞാൽ അറിവ് നേടാൻ പറ്റും, പക്ഷേ അത് PSC പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള അറിവായിരിക്കണം. നമുക്ക് അറിവ് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, പക്ഷേ PSC ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണെങ്കിൽ മാത്രമേ അത് പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടത്തുള്ളൂ. അപ്പൊ കൃത്യമായ സിലബസ് അനുസരിച്ച് പഠനം വേണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ കൃത്യമായ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂ. ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താലും ശനി ഞായർ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നോക്കുക. ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ അടിക്കാൻ ഞാൻ ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരത്തുള്ളൂ. ശനി ഞായറും പുതിയതായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കാനൊന്നും തരത്തില്ല. ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ പോകുന്നത്. ആ ഒരു രീതി തന്നെ നിങ്ങളും ഫോളോ ചെയ്യുക. ശനിയും ഞായറും പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതെ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് കൃത്യമായി റിവിഷൻ അടിക്കുക. പലരും ചെയ്യാത്ത കാര്യമാണ് റിവിഷൻ. റിവിഷന്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. റിവിഷൻ അടിക്കാതെ ഒരു കാര്യവും. നമ്മൾ പഠിച്ച കാര്യങ്ങള് മനസ്സിൽ ഉറപ്പിക്കണം. അല്ല വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ അതിന്റെ ആൻസർ എന്തായാലും കിട്ടത്തില്ല, നെഗറ്റീവ് ആയി പോകും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് നെഗറ്റീവ് ആവാത്ത തരത്തിൽ അത്രത്തോളം തറവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവിഷൻ 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 ഞാൻ തലയെ കവിച്ച് എപ്പോഴും പറയുന്ന കാര്യമാണ്. റിവിഷൻ 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 മാത്രം പോരാ, പരീക്ഷ എഴുതി കൂടി ശീലിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച എക്സാം ഡേ ആയിട്ട് ആപ്പിൽ വെച്ചേക്കുന്നത്. ഞായറാഴ്ച കൃത്യമായിട്ട് ഞാൻ രാത്രി പരീക്ഷ ഇടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങൾ പോകണം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ ഒരു രീതി പോയാലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡ്രീം ചെയ്യുക, നിങ്ങളിൽ വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക, അത് അച്ചീവ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാമോ? അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂർ എങ്കിലും സമയം കണ്ടെത്താൻ പറ്റും. 10-12 മണിക്കൂർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പഠിച്ച ഒരാളല്ല, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. 10-12 മണിക്കൂർ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കൂടി ഒരു 3-4 മണിക്കൂർ കൃത്യമായി നിങ്ങൾ വിനിയോഗിച്ചാൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക, അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ആ ഒരു രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുക, അല്ലെങ്കിൽ കുട്ടികൾ നിങ്ങളെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്വയം എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ട് വരിക. ഓക്കെ, അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ജൂൺ 1 നമ്മൾ LDCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. God bless you all. Thank you.